ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതൊരു ടോപ്പിക് വൈസ് ക്ലാസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ PYQs ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അതിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കേട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ വീഡിയോ കഴിയുമ്പോൾ അതിനകത്തുള്ള മെയിൻ ടോപ്പിക്കുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. രാം ഋഷി ബേണിപുരിയുടെ ഒരു യാത്രാവൃത്തിനെ കുറിച്ച്, ഉഡ്തേ ചലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇതിൽ രാം ഋഷി ബേണിപുരിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഒരുപക്ഷെ ആ ഒരു യാത്രാവൃത്തിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കും, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്കിലേക്ക് പോകും. അപ്പം നമുക്ക് രാംവൃഷ് ബേണിപുരിനെ കുറിച്ച് നോക്കാം. 1899 അദ്ദേഹം ജനിച്ചത്. 1938 അന്തരിച്ചത്. അപ്പം ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നോക്കുവാണെങ്കിൽ വിചാരകാണ്, ചിന്തകാണ്, ക്രാന്തികാരി സാഹിത്യകാരാണ്. അതുപോലെ തന്നെ പത്രകാർ, സമ്പാദക് എന്നീ മേഖലകളിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പത്രകാർ, സമ്പാദക് മീൻസ് ഒരു എഡിറ്റർ കൂടിയായിരുന്നു. ഇനി അടുത്തതാണ് ശുക്ലോത്തർ UK പ്രസിദ്ധ സാഹിത്യകാർ. അതായത് ശുക്ലജിക്ക് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട സാഹിത്യകാരൻ കൂടിയാണ് രാംകൃഷ്ണ ബേണിപുരി. ഇനി ഗദ്യലേഖക്, പത്രകാർ, സ്വതന്ത്രതാ സേനാനി, സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി കൂടിയാണ് രാംകൃഷ്ണ ബേണിപുരി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വരികളിൽ ഒരു ക്രാന്തികാരി ഭാവന അല്ലെങ്കിൽ ഒരു റിബൽ ടോൺ നമുക്ക് കാണാനായിട്ട്, അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ജന്മസ്ഥാൻ മുസഫർപൂർ ആണ് ജന്മസ്ഥാൻ. ഇനി അത് അവിടെയുള്ള ബേണിപൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അതുകൊണ്ടാണ് പേരിലും രാംവൃഷ് ബേണിപുരി എന്ന് ചേർത്തിരിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ. ഇനി കഹാനി സംഗ്രഹിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ചിതാക്കെ ഫൂൽ, ശബ്ദ ചിത്ര സംഗ്രഹ്, ലാൽ താര, മാട്ടി മൂർത്തെ, ഗേഹൂം ഓർ ഗുലാബ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഹാനി സംഗ്രഹ്. ഒന്നുകൂടെ നോക്കാം. ചിതാക്കെ ഫൂൽ, ശബ്ദ ചിത്ര സംഗ്രഹ്, ലാൽ താര, മാട്ടി കി മൂർത്തെ, ഗേഹു ഓർ ഗുലാബ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഹാനി സംഗ്രഹ്. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ ഉപന്യാസാണ്. പതീതോം കെ ദേശ് മേ, കൈദി കി പത്നി, ദീദി ഓർ സാത് ദിൻ എന്നതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപന്യാസിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്താണ് യാത്രാവൃത്ത്. പൈരോമേം പഗ് ബാന്ദ്കർ. അത് മിക്ക എക്സാമിന് അതൊക്കെ വരാറുള്ളതാണ്. പൈരോമേ എന്നാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആട്ടോ അത്. പൗരോമേ എന്നല്ല, പൈരോമേം പഗ് ബാന്ദ്കർ. ഉഡ്തേ ചലേ എന്ന് പറഞ്ഞാണ് നമുക്ക് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചിലയിടത്ത് നമ്മൾ നോക്കുമ്പോൾ യാത്രാവൃത്തിന്റെ അവിടെ ഉഡ്തേ ചലയം എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പൈരോമേം പഗ് ബാന്ദ്കർ, ഉഡ്തേ ചല. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് രചനകൾ മാത്രമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത നാടകമാണെങ്കിൽ അംബാബാലി, സീതാ കി മാം, സംഘമിത്ര, സിംഗൾ വിജയ്, രാമരാജ്, ഇതൊക്കെയാണ് നാടക. അംബാബാലി, സീതാ കി മാം, സംഘമിത്ര, സിംഗൾ വിജയ്, രാമരാജ്. ഇനി ജീവനിയ നമ്മൾ നോക്കുവാണെങ്കിൽ കാൾ മാർക്സ്, ജയപ്രകാശ് നാരായൺ, റാണ പ്രതാപ്. അതായത് ജീവനിയ എന്ന് വെച്ചാൽ ജീവചരിത്രം. അപ്പൊ കാൾ മാർക്സിനെ കുറിച്ച് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണനെ കുറിച്ചൊരു ജീവചരിത്രമുണ്ട്. റാണ പ്രതാപിനെ കുറിച്ചും ഉണ്ട്. ഇനി അടുത്താണ് ടീക്ക. ബീഹാരി സത്സൈക്ക് സുബോധ് ടീക്ക. അതായത് ബീഹാരി സത്സൈ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ റിവ്യൂസ് ആയിട്ട് ഒത്തിരി രചനകൾ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ടീക്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ ഒരു രചന എന്താണ് നമ്മുടെ രാംകൃഷ്ണ ബേണിപുരി നടത്തിയിട്ടുണ്ട്. ബിഹാരി സത്സൈക്ക് സുബോധ് ടീക്ക എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ രചന വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവാം. उनके सम्मान में बिहार സർക്കാർ അഖില ഭാരതീയ രാംകൃഷ്ണ ബേണിപുരി പുരസ്കാർ ദിയാ ജാത്താ ഹെ. അപ്പൊ എന്താണ് ഇദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങളുടെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഇത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഒരു പുരസ്കാരമായിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പുരസ്കാരം ബീഹാർ സർക്കാർ കൊടുക്കുന്നുണ്ട്. ഉൻകെ സമ്മാൻ മേ ബീഹാർ സർക്കാർ അഖില ഭാരതീയ രാംകൃഷ്ണ ബേണിപുരി പുരസ്കാർ ദിയാ ജാത്താ ഹെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ റെസ്പെക്റ്റോടു കൂടിയാണ് ബീഹാർ സർക്കാർ അഖില ഭാരതീയ രാംകൃഷ്ണ ബേണിപുരി പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇദ്ദേഹത്തെ കുറിച്ച് മെയിൻ ആയിട്ട്. 5 മിനിറ്റ്
ഉദ്ദേശിച്ചുള്ളൂ. 5 മിനിറ്റിൽ പറയാനുള്ള മെയിൻ പോയിന്റ്സുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്. കുറേ രചനകളൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മോഡൽ ക്വസ്റ്റ്യൻ അല്ല, ഞാൻ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഉഡ്തേ ചലോ കിസ് വിധാക്കി രചനാഹി. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്ന രചനയാണ്, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ ഉഡ്തേ ചലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് നെയിംസ് ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ട. കാരണം ചിലയിടങ്ങളിൽ ഉഡ്തേ ചലയെന്നേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതെന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. രേഖാചിത്ര, യാത്രാ വൃത്താന്ത്, സംസ്മരൺ, ജീവനി. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ PDF എന്താണ് ഞാൻ ടെലഗ്രാം ചാനലിൽ കൂടി ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ പുതിയ വീഡിയോസിൻ്റെ ലിങ്ക് കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.